ഒരു ഗ്ലാസ് ചായ, ഒരു ആയുസ്സിന്റെ കണ്ണുനീർ. ഗ്രാമത്തിന്റെ അതിരിലെ ആ പഴയ തറവാട് എപ്പോഴും നിശബ്ദമായിരുന്നു. അവിടെ സാവിത്രിയമ്മയും മകൻ രാജേഷും മരുമകൾ ദീപയും താമസിച്ചിരുന്നു. ദീപ ആ വീട്ടിലെ വെളിച്ചമായിരുന്നു. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും അവൾ ആ വീടിനെ ചേർത്തുപിടിച്ചു. എന്നാൽ സാവിത്രിയമ്മയുടെ സ്വഭാവം കഠിനമായിരുന്നു. ചിട്ടകളും ശാസനകളും നിറഞ്ഞ ആ മനസ്സിൽ സ്നേഹത്തേക്കാൾ മുൻഗണന സ്വന്തം നിർബന്ധങ്ങൾക്കായിരുന്നു. എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്റെ കൈകളിൽ ചായ എത്തണം എന്നതായിരുന്നു അമ്മയുടെ പ്രധാന വാശി. അന്ന് പുലർച്ചെ ദീപക്ക് കഠിനമായ പനിയായിരുന്നു. വിറക്കുന്ന ശരീരവുമായി അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ജനാലയിലൂടെ അരിച്ചെത്തിയ സൂര്യപ്രകാശത്തിന് പോലും അവളുടെ നെറ്റിയിലെ ചൂട് മാറ്റാനായില്ല. അടുക്കളയിലേക്ക് നടക്കാൻ ശ്രമിച്ചെങ്കിലും തല കറങ്ങി അവൾ ഭിത്തിയിൽ ചാരി നിന്നു. ദീപ, നേരം എത്രയായി? എന്റെ ചായ എവിടെ? പുറത്തുനിന്നുള്ള സാവിത്രിയമ്മയുടെ കർക്കശമായ ശബ്ദം ആ മുറിയിൽ മുഴങ്ങി. ദീപ തപ്പിത്തടഞ്ഞ് പുറത്തെത്തി, വിറക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, അമ്മേ, വല്ലാത്ത പനി, തല പൊക്കാൻ വയ്യ, ഇപ്പോ എടുത്തുതരാം. പക്ഷേ വിശപ്പിനേക്കാൾ വലിയ വാശി സാവിത്രിയമ്മയെ ഭരിച്ചിരുന്നു. പനിയെന്ന് പറഞ്ഞ് മടി പിടിച്ചിരുന്നാൽ ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. എനിക്ക് ഇപ്പോൾ ചായ വേണം. അമ്മയുടെ ദേഷ്യം നിയന്ത്രണം വിട്ടു. അടുക്കളയിൽ ഇരുന്ന ഒരു മരത്തടി കൈയിലെടുക്കുമ്പോൾ അവർ സ്വന്തം മരുമകളുടെ വിളറിയ മുഖം കണ്ടില്ല. ഭയന്നുപോയ ദീപ പിന്നോട്ട് മാറി. അമ്മേ, ദയവു ചെയ്ത്, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാം. അവളുടെ വാക്കുകൾ പൂർത്തിയാകും മുൻപേ ആ മരത്തടി അവളുടെ തോളിലും തലയിലും പതിച്ചു. ഒരു നിലവിളി പോലും പുറത്തുവരാതെ ദീപ തറയിലേക്ക് കുഴഞ്ഞു വീണു. നിമിഷങ്ങൾ കടന്നുപോയി. സാവിത്രിയമ്മയുടെ ശ്വാസം സാധാരണ നിലയിലായി. ദേഷ്യം പമ്പ കടന്നു. തറയിൽ ചലനമറ്റു കിടക്കുന്ന ദീപയെ കണ്ടപ്പോൾ അവരുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ദീപ, മോളെ, എഴുന്നേൽക്ക്. നീ ചായ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. അവർ അവളെ കുലുക്കി വിളിച്ചു. പക്ഷേ ആ കണ്ണുകൾ ഇനി ഒരിക്കലും തുറക്കില്ലായിരുന്നു. പെട്ടെന്നാണ് രാജേഷ് ഓടിക്കയറി വന്നത്. തറയിൽ ചോരയിൽ കുളിച്ചുകിടക്കുന്ന പ്രിയതമയും വിറക്കുന്ന കൈകളോടെ നിൽക്കുന്ന സ്വന്തം അമ്മയും. അവന്റെ നിലവിളി ആ ഗ്രാമത്തെ മുഴുവൻ ഉണർത്തി. പോലീസ് വണ്ടിയിലേക്ക് കയറുമ്പോൾ തന്റെ വിറക്കുന്ന കൈകളിലേക്ക് നോക്കി സാവിത്രിയമ്മ വിങ്ങിക്കരഞ്ഞു, എനിക്ക് ഒരു കപ്പ് ചായ മതിയായിരുന്നു. പക്ഷേ അതിന് ഇത്രയും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. ഇന്ന് ആ വീട്ടിൽ നിശബ്ദമാണ്. അടുക്കളയിൽ നിന്ന് ചായയുടെ മണമോ ദീപയുടെ ചിരിയോ ഉയരുന്നില്ല. ഒരു നിമിഷത്തെ അന്ധമായ ദേഷ്യം ഒരു ജീവനെ കവർന്നെടുത്തു, ഒരു കുടുംബത്തെ എന്നേക്കുമായി തകർത്തെറിഞ്ഞു.